ത്തിലേക്ക് കടക്കണം. അത് വളരെ പ്രധാനമാണ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തകൃതിയായി ഇന്നലെ രാത്രി വൈകിയും തലസ്ഥാനത്ത് നടന്നു. ഇനിയിപ്പോൾ തീരുമാനിക്കാനുള്ളത് കോൺഗ്രസിലെ 4 മന്ത്രിമാരുടെ കാര്യമാണ്. 8 മന്ത്രിമാരുടെ കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ലീഗിന്റെ 5ാം മന്ത്രി ആരാകും എന്നത് സംബന്ധിച്ചും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന് പലതരത്തിലുള്ള സമവാക്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. മന്ത്രിസഭയുടെ പട്ടിക ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഗവർണർ കൈമാറും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12ഉം മുസ്ലിം ലീഗിന് 5ഉം മന്ത്രിമാർ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ലീഗിന് ഉറപ്പു നൽകിയിട്ടില്ല എന്ന് ചില സൂചനകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികൾക്ക് ഓരോ മന്ത്രിസ്ഥാനം നൽകാനാണ് ധാരണ. ഒരു മന്ത്രിസ്ഥാനം കൂടി ആവശ്യപ്പെടുന്ന കേരള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമായി ഇന്നും ചർച്ച തുടരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, കോട്ടയത്ത് നിന്ന് ശ്രീത്ത്, മലപ്പുറത്ത് നിന്ന് അനുമോദ്, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, ക്ഷമിക്കണം, വി അരുണിലേക്ക് ആദ്യം പോകണം. അരുണ്, ഇപ്പോൾ 8 മന്ത്രിമാരുടെ കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലൊരു ലിസ്റ്റുണ്ട്, ഇന്നലെ മുതൽ നമ്മൾ പുറത്തുവിടുന്ന ലിസ്റ്റുണ്ട്. ഇനിയിപ്പോൾ മറ്റ് മന്ത്രിമാരെ കുറിച്ചാണ്. അതിന് നിരവധിയായ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി വരണം. അതിപ്പോൾ ഷാനിമോൾ ഉസ്മാനാണോ ടി സിദ്ദിഖാണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകണം. രമേശ് ചെന്നിത്തലയുടെ ആവശ്യങ്ങൾ വളരെ പ്രധാനമാണ്. IC ബാലകൃഷ്ണനായി രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുന്നു എന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിന്റെ സാധ്യത മങ്ങും. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവാദിത്വം സതീശന് തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ സ്വാഭാവികമായും ചർച്ചകൾ തുടങ്ങി കാണുമല്ലോ. ചർച്ചകൾ രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കും. ഇപ്പോൾ ചർച്ചകൾ വളരെ രാത്രി വളരെ വൈകിയാണ് ഇന്നലെ ചർച്ചകൾ അവസാനിച്ചത്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമാകേണ്ടിയിരിക്കുന്നു. വി.ഡി. സതീശൻ ആഭ്യന്തരമന്ത്രിയായി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മറ്റു മന്ത്രിമാരിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള കെ മുരളീധരൻ മന്ത്രിസ്ഥാനത്ത് ഉറപ്പായും എത്തും. അദ്ദേഹം മന്ത്രിസ്ഥാനം ആദ്യം തന്നെ ഉറപ്പിച്ച നേതാക്കളിൽ ഒരാളാണ്. മറ്റൊരാൾ അദ്ദേഹം മുൻ KPC അധ്യക്ഷൻ കൂടിയാണ്. മറ്റൊരാൾ ഇപ്പോഴത്തെ KPC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. അദ്ദേഹവും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. റവന്യൂ പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് KPC അധ്യക്ഷൻ എത്താനാണ് സാധ്യത. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന നേതാവാണ്, മന്ത്രിയാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലടക്കം മന്ത്രിയായിരുന്ന നേതാവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിസഭയിലുണ്ടാകും. PC വിഷ്ണുനാഥ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായി ആയിരുന്നു. കുണ്ടറയിൽ തുടർച്ചയായ രണ്ടാം തവണയും ജയിച്ചു വരുന്ന PC വിഷ്ണുനാഥ് ഇപ്പോൾ KC വേണുഗോപാൽ പക്ഷത്തെ ശക്തനായ നേതാവാണ്. വിഷ്ണുനാഥ് ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തും. അത് ഉറപ്പിച്ചു കഴിഞ്ഞു. കൊല്ലത്ത് തന്നെയുള്ള ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷയാണ്. നിരവധി തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചു. പക്ഷേ ഇത്തവണ അവർ കൊല്ലത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു. ബിന്ദു കൃഷ്ണ വനിതാ പ്രാതിനിധ്യമായി വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ലിജു ആണ്, കായംകുളത്ത് നിന്ന് ജയിച്ചു വന്ന ലിജു. ആദ്യ അവസരമാണ് നിയമസഭയിൽ. ആദ്യ അവസരത്തിൽ തന്നെ ലിജുവും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുകയാണ്. സാമുദായിക പരിഗണനകൾ കൂടിയാണ് ബിന്ദു കൃഷ്ണയ്ക്കും അതുപോലെ തന്നെ ലിജുവിനുമൊക്കെ മന്ത്രി പദവി ഉറപ്പിക്കുന്നത്. റോജി M. ജോണും ചാണ്ടി ഉമ്മനും നേരത്തെ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഉറപ്പായി ഉണ്ടാകുമെന്ന സൂചനകൾ വന്നിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടി അതിൽ ചെറിയ മാറ്റമുണ്ടാകുമെന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. റോജി M. ജോൺ മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ചാണ്ടി ഉമ്മനെ ഒഴിവാക്കിയേക്കാം. മാത്യു കുഴൽനാടിന്റെ കാര്യത്തിലും ഒരു അന്തിമ ധാരണയായിട്ടില്ല. ടി സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, അൻവർ സാദത്ത് 3 പേരാണ് മന്ത്രിസ്ഥാനത്തേക്ക്. അത് ഷാനിമോൾ ഉസ്മാൻ വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന നേതാവാണ്. ടി സിദ്ദിഖ് KC വേണുഗോപാൽ പക്ഷത്തെ പ്രമുഖനാണ്. അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയുന്ന കടുത്ത നിലപാട് KC വേണുഗോപാൽ സ്വീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അൻവർ സാദത്ത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന എക്കാലവും ഒപ്പം നിന്ന നേതാവാണ്. അൻവർ സാദത്തിനെ 4ാം തവണ നിയമസഭയിലേക്ക് വരുന്നയാളാണ്. അൻവർ സാദത്തിന് ഉറപ്പായും പരിഗണിക്കണമെന്ന ആവശ്യവുമായി രമേശ് ചെന്നിത്തലയുണ്ട്. ഇതിൽ 3 പേരിൽ 2 പേർ വന്നാൽ പോലും സാമുദായിക സമവാക്യങ്ങളിൽ വലിയ പ്രശ്നമുണ്ടാകും. ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഈ 2 പേരെങ്കിലും വന്നാൽ പോലും 3-1 മന്ത്രിസഭയുടെ 3-1 മുസ്ലിം പ്രാതിനിധ്യമാകും. പ്രത്യേകിച്ചും വി.ഡി. സതീശനെതിരായ ഇപ്പോഴത്തെ ആരോപണങ്ങളും ജമാഅത്തെ ഇസ്ലാമി ബന്ധ വിവാദവുമൊക്കെ ഉള്ളപ്പോൾ അത്തരത്തിലൊരു കടുംകൈക്ക് തയ്യാറെടുക്കും. അത്തരമൊരു നീക്കത്തിന് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ഇല്ലെങ്കിൽ അൻവർ സാദത്തും ടി സിദ്ദിഖും മന്ത്രിസഭയിൽ വരും. അപ്പോഴും 2ാം മന്ത്രി വനിതാ മന്ത്രി ആരെന്ന കാര്യത്തിൽ സംശയമുണ്ട്. 2 വനിതാ മന്ത്രിമാർ നിശ്ചയമായും വേണമെന്ന കടുത്ത നിലപാട് വി.ഡി. സതീശനുണ്ട്. ഹൈക്കമാൻഡിൽ നിന്നും അത്തരമൊരു സന്ദേശം കഴിഞ്ഞ പിണറായി സർക്കാരിലേക്കുള്ളതുപോലെ 2 വനിതാ മന്ത്രിമാർ വേണം. SC ST വിഭാഗത്തിൽ 2 പേർ വേണം. അവിടെയാണ് വീണ്ടും തർക്കങ്ങൾ നിൽക്കുന്നത്.
IC ബാലകൃഷ്ണന് വേണ്ടി ശക്തമായ ആവശ്യവുമായി രമേശ് ചെന്നിത്തല ക്യാമ്പുണ്ട്. അദ്ദേഹം KCയെ കൂടി അനുകൂലിച്ച ആളാണ്. VP സജീന്ദ്രന് വേണ്ടി VD സതീശൻ നിലപാടെടുക്കുന്നു. അനിൽകുമാർ എന്തായാലും മുതിർന്ന നേതാവാണ്. മന്ത്രിസഭയിൽ ആദ്യം തന്നെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ഒരാൾ അനിൽകുമാറാണ്. KC വേണുഗോപാലിന്റെ ഗ്രൂപ്പ് മാനേജറെ പോലെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ, ഏറ്റവും അടുത്ത അനുയായി, അദ്ദേഹത്തിന്റെ സുഹൃത്ത്. ആ ദിനങ്ങളിലൊക്കെ AP അനിൽകുമാർ മന്ത്രിസഭയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ SC/ST വിഭാഗത്തിൽ നിന്ന് മറ്റാര് വരും എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. VT ബൽറാമിന്റെ പേരും ഇതിനിടയിൽ ശക്തമായി തന്നെ ചർച്ചകളിലേക്ക് വരുന്നുണ്ട്. VT ബൽറാം അവസാന നിമിഷം VD സതീശനൊപ്പം വന്നയാളാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ VD സതീശൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഈ സ്പീക്കർ പദവിയിലേക്കുമൊക്കെ പറഞ്ഞു കേട്ട പേരാണ് VT ബൽറാം. അങ്ങനെ അവസാനം 3-4 മന്ത്രിമാരുടെ കാര്യത്തിൽ ഇനിയും ധാരണയാകേണ്ടിയിരിക്കുന്നു. മുതിർന്ന മന്ത്രിമാരൊക്കെ ഇതിനകം തന്നെ, മുതിർന്ന നേതാക്കളൊക്കെ മന്ത്രിസഭയിൽ ഇതിനകം തന്നെ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു എല്ലാ തരത്തിലുള്ള സാമുദായിക സന്തുലിതാവസ്ഥ, ഒപ്പം കഴിവും മാനദണ്ഡമാക്കിയുള്ള ഒരു മന്ത്രിസഭയിലേക്കാകും VD സതീശൻ കടക്കുക. അരുണ്, സതീശന്റെ വാക്കുകൾക്ക് സ്വാഭാവികമായും അതനുസരിച്ചുള്ള പ്രാമുഖ്യം ലഭിക്കുകയും ചെയ്യും. കാരണം സർക്കാരിനെ നയിക്കേണ്ട ഒരാൾ കൂടിയാണല്ലോ. ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യമനുസരിച്ച് സതീശന്റെ പക്കൽ ധനകാര്യം ഉണ്ടാകും, ഒപ്പം മറ്റു ചില വകുപ്പുകളുടെ കൂടി, തുറമുഖമടക്കമുള്ള വകുപ്പുകൾ കൂടി മുഖ്യമന്ത്രി കൈവശം വെക്കുമെന്നറിയുന്നു. എക്സൈസ് വകുപ്പ് ലിജുവിന് കിട്ടുമെന്നുള്ള സൂചനകളുണ്ട്. ആരോഗ്യവകുപ്പ് K മുരളീധരനുമായി ബന്ധപ്പെട്ട് പോകുമെന്നറിയുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വകുപ്പ് നൽകേണ്ടതുണ്ട്. റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിന് നൽകുമെന്നറിയുന്നു. അങ്ങനെ വകുപ്പുകൾ സംബന്ധിച്ചും ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടല്ലോ. ഒപ്പം ഘടകകക്ഷികൾ ചോദിക്കുന്ന വകുപ്പുകളും നൽകേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസം വകുപ്പ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് PC വിശ്വനാഥനാണ്. അങ്ങനെ അത്തരം സൂചനകളിലും എന്തെങ്കിലും നമുക്ക് കൂടുതലായി നൽകാനുണ്ടോ അരുൺ? തീർച്ചയായിട്ടും ഈ വകുപ്പുകളുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല സ്വാഭാവികമായും ആഭ്യന്തരം ഉറപ്പിച്ചു കഴിഞ്ഞു. വിജിലൻസും കൂടി അദ്ദേഹം നൽകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ വിജിലൻസ് മുഖ്യമന്ത്രി തന്നെ കൈവശം വെച്ചേക്കും. പിന്നീട് മുഖ്യമന്ത്രിക്കുള്ള പ്രധാന വകുപ്പ് ധനമാണ്. ധനവകുപ്പ് മന്ത്രിയായി മാത്രം അദ്ദേഹം ഇരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് പൊതുഭരണവും PRD അടക്കമുള്ള പ്രധാന വകുപ്പുകളുണ്ടാകും. അതിനപ്പുറത്തേക്ക് തുറമുഖ വകുപ്പ് കൂടി അദ്ദേഹം ഏറ്റെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മറ്റേതൊക്കെ വകുപ്പുകൾ അദ്ദേഹം കൈവശം വയ്ക്കുക എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം നേരത്തെയൊക്കെ പരമ്പരാഗതമായി തന്നെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന വകുപ്പുകൾ കോൺഗ്രസിനും ലീഗ് ഭരിക്കുന്ന വകുപ്പുകൾ ലീഗിനും ഒക്കെ നൽകിപ്പോതൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ല. വിദ്യാഭ്യാസ വകുപ്പ് അടക്കം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ലീഗ് മന്ത്രിമാർ ET മുഹമ്മദ് ബഷീറിന് ശേഷം മറ്റു പല ലീഗ് മന്ത്രിമാർ വന്നെങ്കിലും പലരും തീർത്തും പരാജയപ്പെട്ട മന്ത്രിമാരായാണ് വിലയിരുത്തപ്പെടുന്നത്. വലിയ വിമർശനങ്ങൾ ഇപ്പോഴും ഏറ്റുവാങ്ങുന്ന മന്ത്രിമാരുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ലീഗിന് ഇത്തവണ വിദ്യാഭ്യാസം കൊടുക്കേണ്ടെന്നൊരു അഭിപ്രായം കോൺഗ്രസിനുണ്ട്. അല്ല, ഇനി ഒരുപക്ഷെ സൂചിപ്പിച്ച പോലെ ലീഗിനും പൊതുവിദ്യാഭ്യാസം കൊടുക്കുകയും അത് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് വകുപ്പ് കൂടിയാണ്. ഈ വിമർശനങ്ങൾ ഉള്ളപ്പോഴും പൊതുവിദ്യാഭ്യാസം കൊടുക്കും, ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. എക്സൈസ് വകുപ്പിലേക്ക് കോൺഗ്രസ് നേതാവ് തന്നെ വരും. അത് ലിജുവിന് തന്നെയാണ് അതിൽ സാധ്യത കൂടുതൽ പറയപ്പെടുന്നത്. റവന്യൂ വകുപ്പിലേക്ക് PG ജോസഫിനടക്കം ആവശ്യമുണ്ട്. അവർക്ക് നേരത്തെ കൊടുത്ത വകുപ്പുകൾ മാത്രം പോരാ, റവന്യൂ വകുപ്പ് വേണമെന്ന ആവശ്യം അവർക്കുണ്ട്. പക്ഷേ അത് സണ്ണി ജോസഫിനെ, KPC അധ്യക്ഷനെ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവിന് ആ പദവി മാറ്റിവെക്കാനാണ് സാധ്യത. ആരോഗ്യം, അതുപോലെ തന്നെ ദേവസ്വം വകുപ്പുകൾ K മുരളീധരൻ നൽകിയേക്കുമെന്ന സൂചനയുണ്ട്. നേരത്തെ VD സതീശൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൂടി ഏറ്റെടുത്താൽ ആ പ്രധാനപ്പെട്ട ധനവകുപ്പ് പോലെയുള്ളത് K മുരളീധരൻ നൽകാൻ ആലോചിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉണ്ടാകില്ല. അദ്ദേഹം ആരോഗ്യ വകുപ്പ് മന്ത്രിയാകാനുള്ള സാധ്യത, ദേവസ്വം കൂടി ഒരു പക്ഷേ അദ്ദേഹത്തിന് നൽകാൻ സാധ്യതയുണ്ട്. പൊതുമരാമത്ത് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് സംസ്ഥാനത്ത് ഇപ്പോൾ. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരുമായൊക്കെ നിരന്തര ബന്ധം വേണ്ട ഒരു വകുപ്പ്. പൊതുമരാമത്ത് സാധാരണഗതിയിൽ ലീഗ് കൈവശം വയ്ക്കുന്ന വകുപ്പാണ്. ഇപ്പോഴും ലീഗ് തന്നെ ലഭിച്ചേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല, ഇതുവരെയുള്ളത് പോലെ ആയിരിക്കില്ല ഒരു കൃത്യമായ മാറ്റം, അഴിച്ചുപണി വകുപ്പുകൾ ഉണ്ടാകുമെന്ന സൂചന തന്നെ ലഭിക്കുന്നത്. ഷിബു ബേബി ജോണിന്റെ RSPക്ക് സാധാരണ തൊഴിൽ വകുപ്പ് നൽകാറുണ്ട്. പക്ഷേ ഇത്തവണ അവർക്ക് അത് വേണ്ട. അവർക്ക് ജലവകുപ്പും ടൂറിസം ഒക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതും നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ടൂറിസം ഏതായാലും നൽകാൻ ഇടയില്ല. ജലവിഭവ വകുപ്പ് PA ജോസഫ് നൽകാം എന്ന ഒരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. കൃഷി വകുപ്പ് കേരള കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതും വിട്ടു നൽകാൻ
കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല. ക്ഷമിക്കണം, കേരള കോൺഗ്രസ് നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അത്തരത്തിൽ പല പ്രധാനപ്പെട്ട വകുപ്പുകൾ സംബന്ധിച്ചും ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഏതായാലും മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. ലീഗിന് 5 മന്ത്രിമാർ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 4 ഒതുക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമിക്കുന്നു. പക്ഷേ അത് അത്ര എളുപ്പമെന്ന് കരുതാനാകില്ല. രാവിലെ 9 മണിക്ക് ലീഗിന്റെ നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പാണക്കാട് ഹാളിൽ ചേരുന്നുണ്ട്. അവർ അവരുടെ കക്ഷി നേതാവിനെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും ഒക്കെ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കും. 4 മന്ത്രിമാർ അവർ ഉറപ്പിക്കുന്നു. 5-ാം മന്ത്രിയും ലഭിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷത്തിനാണ് ലീഗ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ലീഗിനെ അങ്ങനെ പിണക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയുമില്ല. അങ്ങനെ ലീഗ് 5 മന്ത്രിമാർ വന്നാൽ കേരള കോൺഗ്രസിന് ഒരു ക്യാബിനറ്റ് പദവി കൂടി നൽകും. ലീഗിന് 4 മന്ത്രിമാർ പ്ലസ് ഒരു ക്യാബിനറ്റ് റാങ്ക്, ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവി നൽകാനുള്ള ആലോചനയും നടന്നിരുന്നു. പക്ഷേ 5 മന്ത്രിമാർ വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരെ പിണക്കിക്കൊണ്ട് നീക്കം ഉണ്ടാകില്ല. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിയെ മാത്രമേ നൽകുകയുള്ളൂ. അതിനൊപ്പം ചീഫ് വിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്കോ. അതാണ് സാഹചര്യം. ചില കൗതുകകരമായ കാര്യങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ വരും. അതിലൊന്ന്